Hey guys, welcome back to my YouTube channel. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ഇന്നൊരു ലോങ് വീഡിയോ ഇടുന്നത്. വേറൊന്നും കൊണ്ടല്ല, ലോങ് വീഡിയോ ഇടാൻ എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം അതിരുന്ന് എഡിറ്റ് ചെയ്യുന്നൊരു മെനക്കേടും അല്ലെങ്കിൽ ആ ഒരു വീഡിയോ എടുക്കാൻ പെടുന്നൊരു പാടും എനിക്ക് ഒട്ടും പറ്റത്തില്ല. ഷോർട്ട് വീഡിയോ ആകുമ്പോൾ നമുക്കെല്ലാം പെട്ടെന്നാണല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ഷോർട്ട് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു ലോങ് വീഡിയോ ഇടാൻ തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. വേറൊന്നും കൊണ്ടല്ല, ഇന്ന് സൺഡേ ആണ്. നമ്മുടെ വീട്ടിൽ ഇന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞാൽ താറാവ് കറിയാണ്. അപ്പം അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാം എന്നാണ് വിചാരിച്ചിരിക്കുന്നത്. നമ്മുടെ താറാവ് ഇതുവരെ എത്തിയിട്ടില്ല. താറാവ് മേടിക്കാനായിട്ട് പള്ളാത്തുരുത്തിലാണ് പോയിരിക്കുന്നത്. അപ്പം പോയവർ താറാവ് മേടിച്ചുകൊണ്ട് വന്നു കഴിയുമ്പോഴത്തേക്കും ബാക്കിയുള്ള വീഡിയോസുമായിട്ട് കാണാം. അപ്പം നമ്മുടെ താറാവ് വന്നിട്ടുണ്ട്. എന്നെ കൊണ്ട് താറാവിന് തൊടിക്കത്തില്ല. ഇനി താറാവ് കറി വെക്കട്ടെ. ഇല്ലേ, നമ്മുടെ താറാവ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് താറാവ് കറിയാക്കാം. താറാവും കാര്യവും ഉണ്ടോ ഇതിനകത്ത്? ഞാൻ ഈ വീഡിയോയ്ക്ക് വോയിസ് ഓവർ കൊടുക്കണ്ടെന്ന് വിചാരിച്ചാണ്, പക്ഷേ ഭയങ്കര നോയ്സ്. അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ. അതുകൊണ്ടാണ് പിന്നെ ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ഇച്ചൂട്ടനുണ്ടല്ലോ, ആള് വലുതായതുകൊണ്ട് ഇപ്പം ഭയങ്കര സംസാരമാണ്. ഈ ബാക്ക്ഗ്രൗണ്ട് ഫുൾ അവൻ്റെ സംസാരമാണ്. എൻ്റെ മുന്നേ അവൻ്റെ പുരാണമൊക്കെ കേൾക്കാൻ നല്ല രസമാണ്. നമ്മൾ എന്ത് ചെയ്യുവാണെങ്കിലും, ഇപ്പം അമ്മ അരച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ പോലും എന്ത് ചെയ്യുക അമ്മേ, എന്തെടുക്കും അമ്മേ, ഇങ്ങനെയൊക്കെ ആളെ ചോദിക്കുന്നത്. എന്നിട്ട് നാളെ നമ്മൾ അരയ്ക്കുവാണല്ലേ അമ്മേ, ഇങ്ങനെ പെട്ടെന്ന് അവൻ ക്യാച്ച് ചെയ്യും. അങ്ങനെ ഒരു ക്യാരക്ടറാണ് അവൻ്റെത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുത്തത്. പിന്നെ നമ്മുടെ കറിയിലേക്ക് വേണ്ട സബോളയും ഉള്ളിയൊക്കെ അമ്മ പൊളിച്ച് തന്ന് അത് ഞാനാണ് അരിയാനിരിക്കുന്നത്. ഞാനീ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ കറിക്കകത്ത് കൂടുതലും ഉള്ളി ചേർക്കുന്നതാണ് ടേസ്റ്റ് എന്നാണ് ഞാൻ പറയുന്നത്. ഈ ചിക്കൻ കറി ആണെങ്കിലും താറാവ് കറി ആണെങ്കിലും ബീഫ് റോസ്റ്റൊക്കെ വെക്കുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞുള്ളി കൂടുതൽ ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ കറി ഒരു നാടൻ ടേസ്റ്റ് കിട്ടും. ഈ താറാവിന് നല്ല വേവാണ്, അതുകൊണ്ടൊന്ന് കുക്കറിൽ അടിക്കുന്നതായിരിക്കും ബെറ്റർ. അത് വേവിക്കാൻ നേരം മഞ്ഞൾപ്പൊടിയും കുറച്ച് മസാലപ്പൊടിയും പിന്നെ ഈ കുരുമുളക് ഇങ്ങനെ തന്നെ ഇടണം. അതാണ് അതിൻ്റെ ഫ്ലേവർ കിട്ടത്തുള്ളൂ. പൊടിക്കാതിടുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഇട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലതുപോലെ ആ മസാല എല്ലാം അതിനകത്ത് പിടിക്കണം. അതവിടെ ഇരുന്നൊരു 4-5 വിസിൽ അടിക്കുമ്പോഴത്തേക്കും നമുക്ക് കറിയിലേക്ക് വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ആക്കണ്ട, ഒന്ന് നന്നായിട്ട് ചതച്ചെടുക്കാം. ഇത് വോയിസ് ഓവർ കൊടുക്കാതെടുത്തൊരു വീഡിയോ ആണ്, പക്ഷെ ഭയങ്കര കാക്കയുടെ കരച്ചിലൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. കേട്ടാ കാക്കയുടെ കരച്ചിലേട്ടാ, ഇതാണ് ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത്. നമ്മൾ ചതയ്ക്കുമ്പോൾ ഒരുപാട് പേസ്റ്റ് ആക്കാതെ ഈ ഒരു കൺസിസ്റ്റൻസിയിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും നല്ലത്. പിന്നെ നമുക്ക് കറി വെക്കാനായിട്ട് ഒരു വലിയൊരു ഉരുളി വേണമല്ലോ. ഉരുളിക്കകത്തൊക്കെ താറാവ് കറി വെച്ചാലല്ലേ ഭംഗിയുള്ളൂ. നമുക്ക് ഈ പാത്രത്തിൽ വെക്കാവേ, അത്യാവശ്യം വലിയൊരു പാത്രം. ചട്ടി ചൂടായി കഴിയുമ്പോഴത്തേക്കും അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കാം. വെളിച്ചെണ്ണ ഒഴിക്കുന്നതായിരിക്കും നല്ലത്. ഓയിലൊക്കെ യൂസ് ചെയ്യുന്നതിനെക്കാട്ടും നല്ലത് വെളിച്ചെണ്ണയായിരിക്കും. എന്നിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി പച്ചമുളക് എല്ലാം കൂടി ഇട്ട് കൊടുത്ത് ലേശം ഉപ്പും കൂടി ഇട്ട് നന്നായിട്ട് വരട്ടിയെടുക്കാം. ഈ ഉപ്പിട്ട് കഴിഞ്ഞാൽ ഈ സവോള ഉള്ളിയൊക്കെ പെട്ടെന്ന് വാട്ടിയെടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു കഴിയുമ്പോഴത്തേക്കും കുറച്ച് നേരം അത് അവിടെ ഇരിക്കട്ടെ. അന്നേരത്തേക്കും നമുക്ക് സൈഡിൽ അമ്മ കാരി വറുക്കാനായിട്ടുള്ള പ്ലാനിങ്ങിലാണ്. അതിന് മസാലയൊക്കെ പുരട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡ് കാരിക്കുള്ള പണിയും രണ്ടാമത്തെ താറാവിനുള്ള പണിയും. ഈ സബോളയൊക്കെ നന്നായിട്ട് വരണ്ട് വരുന്നുണ്ട്. ആ സമയം കൊണ്ട് നമ്മുടെ സബോളയൊക്കെ ഒരുമാതിരി റെഡ് കളറായിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് അതിനകത്തോട്ട് തക്കാളിയും അരച്ച് വെച്ചിരുന്ന നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലേ, അതും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണേ. കറി മാത്രം പോരല്ലോ, ചോറും വേണ്ടേ. അപ്പം അമ്മ അരി അടയ്ക്കട്ടെ. ഞാൻ ഡയറക്റ്റ് സബോളയ്ക്കകത്തോട്ട് പൊടി ഇടത്തില്ല. മല്ലിപ്പൊടിയാണല്ലോ നമ്മുടെ ഈ കറിയുടെ മെയിൻ ഐറ്റം എന്ന് പറയുന്നത്. പിന്നെ മഞ്ഞൾപ്പൊടി, മസാലപ്പൊടി, കുരുമുളക് പൊടി, ലേശം പെരിഞ്ചീരകം കൂടെ ചേർക്കണം. ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് കുറച്ച് വെള്ളം ചേർത്ത് നല്ല പേസ്റ്റായിട്ട് അരച്ചെടുക്കണേ. ഈ പേസ്റ്റ് എന്നിട്ട് നമ്മൾ നേരത്തെ വരട്ടി വെച്ചിരിക്കുന്ന സബോളയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ നമുക്ക് ബാലൻസ് വരുന്ന കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് മിക്സ് ചെയ്ത് ഒഴിക്കാം. ഒറ്റയടിക്ക് വെള്ളം ഒഴിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ച് കുറുക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കറി നല്ല കുറുകി. അപ്പുറം നമ്മുടെ കാരി വറുക്കുന്നുണ്ട്. ഞാൻ മീൻ തിന്നത്തില്ല. പിന്നെ താറാവെന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ മെയിൻ സാധനമാണല്ലോ. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ച താറാവ് ഈ കറിക്കകത്തോട്ട് ഇട്ട് കൊടുക്കാതെ എന്നിട്ട് പൊടിയാതെ നന്നായിട്ട് ഇളക്കണം. കുറച്ച് ഏലക്ക ഇട്ടാൽ നല്ലതായിരിക്കും. ഒരു നല്ല ഫ്ലേവറൊക്കെ കിട്ടും ഏലക്കയുടെ.
എന്നിട്ട് നന്നായിട്ട് വെട്ടി തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കാഷ്നട്ടില്ലേ, അത് വേണമെങ്കിൽ അരച്ച് ചേർക്കാം, അല്ലെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അരച്ച് ചേർക്കാനുള്ള മടി കൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്. ഇങ്ങനെ ഇട്ട് കൊടുത്താലും മതി. ഞാൻ അതിൻ്റെ ഇടയ്ക്കിനകത്ത് കുറച്ച് കിഴങ്ങ് ഇട്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഇതിലെ കിഴങ്ങ് തിന്നാനായിട്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് രണ്ടാം പാൽ ഒഴിച്ച് കൊടുക്കാം. അന്നേരം തീ നമ്മൾ കുറച്ച് വെക്കണം, കാരണം അന്നേരം തിളയ്ക്കാൻ പാടില്ല, ചെറിയ ചൂട് മാത്രം മതി. അങ്ങനെ രണ്ടാം പാൽ ഒഴിച്ച് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ചൂടായി കഴിയുമ്പോൾ ഒന്നാം പാൽ ഒഴിക്കാം. അങ്ങനെ ഒന്നാം പാലും കൂടെ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കറി അങ്ങ് കുറുകും, അടിപൊളിയാവും കറി. പിന്നെ ലാസ്റ്റ് കുറച്ച് വെളിച്ചെണ്ണയും ഒഴിച്ച് കുറച്ച് കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറി സെറ്റാണ്. ഒന്ന് ചൂടാക്കി എടുത്താൽ മാത്രം മതി. നല്ല കുറുകിയ താറാവ് കറി. പിന്നെ ഇങ്ങനെയുള്ള നല്ല കറിയൊക്കെ ആകുമ്പോൾ നമുക്ക് നോക്കിയിരിക്കാൻ പറ്റത്തില്ലല്ലോ, പെട്ടെന്ന് തിന്നണമല്ലോ. താറാവിൻ്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആകട്ടെ ബ്രെഡ്. പിന്നെ അമ്മ വഴക്ക് പറയുന്നതുകൊണ്ട് ഞാൻ ഇച്ചിരി ചോറ് കഴിച്ചു, എന്നിട്ട് ബ്രെഡും കഴിക്കാമെന്ന് വിചാരിച്ചു. സത്യം പറഞ്ഞാൽ ഈ താറാവ് കറിയുടെ വേറെ ഒരു കറിയും വേണ്ട, ആ ചാറും ആ കിഴങ്ങും തന്നെ കൂട്ടി തിന്നാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ എനിക്ക് എക്സ്ട്രാ ആയിട്ട് അച്ചാറും പപ്പടവും ഉണ്ടായിരുന്നു, അവർക്ക് കാരി വറുത്തതും ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ കഴിച്ചു. ഞങ്ങൾ കാരിയുടെ കാര്യവും താറാവിൻ്റെ കാര്യമൊക്കെ പറഞ്ഞിങ്ങനെ ഇരുന്നപ്പോൾ അമ്മ വെള്ളം ചോദിച്ചേ. അങ്ങനെ 3 പേരും 3 ദിശയിൽ നിന്ന് വെള്ളം കൊടുക്കുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ബ്രെഡും താറാവ് കറിയും കൂടെ നല്ല കോമ്പിനേഷനാണ്, അതുകൊണ്ട് ഞാൻ ചോറുണ്ട് കഴിഞ്ഞ് ഒരു ബ്രെഡ് കൂടെ കഴിച്ച്. അപ്പോഴാണ് എനിക്കൊരു ക്യാഷ്നട്ട് കിട്ടിയത്. ഇങ്ങനെ നമ്മൾ കറിക്കകത്ത് ക്യാഷ്നട്ട് ഇട്ടാൽ നമുക്ക് കിട്ടും തിന്നാൻ. താറാവ് കറിയൊക്കെ കൂട്ടി ഫുഡൊക്കെ കഴിച്ചു, കുറച്ച് നേരം വിശ്രമിച്ചു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരേക്കും ബൈ ബൈ.